ആധുനിക തിരുവിതാംകൂറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജാവായത് എന്ന്? 1729. കുലശേഖരപ്പെരൂർ യുദ്ധം നടന്ന വർഷം? 1741. മാർത്താണ്ഡവർമ്മയുടെ സേനാപതി ആരായിരുന്നു? രാമയ്യൻ ദളവ. തിരുവിതാംകൂറിലെ തൃപ്പടിദാനം നടത്തിയത് ആരാണ്? മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തിരുവിതാംകൂർ സമർപ്പിച്ച ചടങ്ങ് ഏത് പേരിൽ അറിയപ്പെടുന്നു? തൃപ്പടിദാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ നാവികസേനയുടെ നേതാവ് ആരായിരുന്നു? ഡിനിനോയ്. ധർമ്മരാജയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ദളവ അതായത് പ്രധാനമന്ത്രി ആരായിരുന്നു? ആയില്യം തിരുനാൾ രാമവർമ്മ. ധർമ്മരാജാവിൻ്റെ കാലത്ത് നടന്ന പ്രസിദ്ധമായ യുദ്ധം ഏതാണ്? അലച്ചൽ യുദ്ധം. തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് നടത്തിയ രാജാവ് ആരാണ്? ധർമ്മരാജ. ശൃംഖലമാറ്റം എന്ന സാമൂഹ്യ പരിഷ്കാരം നടപ്പാക്കിയത് ആരാണ്? അയ്യൻ കുഞ്ഞുതമ്പി. തിരുവിതാംകൂറിൽ ആദ്യമായി ട്രഷറി സ്ഥാപിച്ചത് ഏത് രാജാവിൻ്റെ കാലത്താണ്? ധർമ്മരാജ. തിരുവിതാംകൂറിലെ ആദ്യത്തെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗൗരി പാർവതിബായി. ഗൗരി പാർവതിബായിയുടെ ഭരണം തുടങ്ങിയത് എന്നാണ്? 1815. ഗൗരി പാർവതിബായിയുടെ കാലത്തെ ദിവാൻ ആരായിരുന്നു? ദേവൻ പട്ടത്ത് രാമസ്വാമി. ബാലരാമവർമ്മയുടെ കാലത്ത് പ്രധാന ദിവാൻ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. കുഞ്ഞിക്കുട്ടി തമ്പി എന്നറിയപ്പെടുന്നത് ആരാണ്? വേലുത്തമ്പി ദളവ. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം അടുത്ത ക്ലാസ്സിൽ ഇടുന്നതാണ്. താങ്ക് യു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.